മനുഷ്യജീവനേക്കാൾ വലുതായി പട്ടികൾക്ക് നിയമമുള്ള നമ്മുടെ രാജ്യത്ത് ഇനിയും മരണങ്ങൾ സംഭവിക്കും. ഈ വർഷം ഇതുവരെ മാത്രം പട്ടികടിയേറ്റത് 2,24,000-ലധികം മനുഷ്യർക്കാണ്. കടിയേറ്റാൽ വാക്സിൻ എടുത്താൽ പേവിഷബാധ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് ഉണ്ടോ? ഇല്ല. ഒന്നല്ല, മാലാഖ പോലത്തെ 4 കുഞ്ഞുങ്ങളാണ് ഇക്കഴിഞ്ഞ കുറച്ചു നാളുകളിൽ മാത്രം വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയിൽ മരിച്ചുപോയത്. ഈ അടുത്തൊരു ആശുപത്രിയിലെ നഴ്സിനോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, പേവിഷബാധ മരണങ്ങളുടെ അവസാന നിമിഷങ്ങൾ കേട്ടിരിക്കാൻ കഴിയാത്തവണ്ണം ഭീകരമാണ് ഓരോ മരണങ്ങളും. സുഹൃത്തെ, താങ്കൾ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നു, പട്ടികളെല്ലാം പിടിച്ച് തെരുവ് പട്ടികളെ പിടിച്ച് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണം എന്നുള്ളത്. എന്നാൽ ആ വിധി വന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നടി സദ എന്നൊരു വ്യക്തി തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പട്ടി സ്നേഹികളെല്ലാം രംഗത്ത് വരണം, നമുക്ക് ഈ ഒരു നിയമത്തിനെ എതിർക്കണം, ഈ മൃഗങ്ങളെയൊന്നും നായ്ക്കളെയൊന്നും ഇങ്ങനെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാൻ പാടില്ല എന്നും പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഈ ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ആളെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ കൃമികളുള്ളപ്പോൾ എങ്ങനെയാണ് ഈ നിയമമൊക്കെ നടപ്പിലാവുക? ഈ സാധനത്തിന്റെ കരച്ചിൽ കണ്ടാൽ തോന്നും അതിന്റെ വീട്ടിലാരെങ്കിലും മരിച്ച പോലെയാണെന്നുള്ളത്. Passing a judgment, you could have taken the animal lovers, NGOs in confidence, and you could have asked, what help do you need from the government or the local authorities to reduce this number of dogs? Please, in some way or the other, just stop this, take this decision back. തെരുവുകൾ തോഴി മടക്കി വാഴുന്ന ഈ നായകൾ ഓടിച്ചിട്ട് കണ്ണിൽ കാണുന്നവരെയൊക്കെ കടിച്ചു കീറുമ്പോഴും പേവിഷബാധ മരണങ്ങൾ സാധാരണമാകുമ്പോഴും സർക്കാരുകൾ ഈ മാരക വിപത്ത് കണ്ടമട്ടുണ്ടോ? കേന്ദ്ര നയങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാനം പന്ത് അങ്ങോട്ട് തട്ടും, സംസ്ഥാനത്തുള്ള അധികാരങ്ങൾ ചൂണ്ടിക്കാട്ടി ആ പന്ത് കേന്ദ്രം ഇങ്ങോട്ട് തട്ടും. പന്നികളെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് സർക്കാർ നേടിയെടുത്ത പോലെ തന്നെ പട്ടികളുടെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കണം. അറ്റ്ലീസ്റ്റ് ഡൽഹിയിൽ എടുത്ത തീരുമാനം പോലെയെങ്കിലും. ഇങ്ങനെ മൃഗങ്ങളെ ഒന്ന് നിയന്ത്രിക്കുന്നതിനാവശ്യമായ ചില നടപടികൾ അത് പൊതുവിൽ വേണ്ടതാണ്. അതിന് നമ്മുടെ രാജ്യത്തെ നിയമത്തിൽ മാറ്റം വരണം. മക്കളെ പട്ടികൾ കടിച്ചു കൊന്ന മാതാപിതാക്കളുടെ വേദന കണ്ടിട്ടും പട്ടികടിയേറ്റവരുടെ മാരക മുറിവുകളും ജീവിതകാലത്തേക്ക് മാറാത്ത ട്രോമ കണ്ടിട്ടും മൃഗസ്നേഹം പറയുന്നവരോട്, മണിക്കൂറിന് ലക്ഷങ്ങൾ വിലയുള്ള വക്കീലന്മാരെ പട്ടികൾക്ക് വേണ്ടി കോടതികളിലേക്ക് അയക്കുന്നവരോട്, നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ളവരെ നായ കടിച്ച് സമാന അനുഭവം ഉണ്ടായാലേ ആ വേദന പഠിക്കൂ. പക്ഷേ ഞങ്ങൾ അങ്ങനെ പറയില്ല. കാരണം ഞങ്ങൾക്ക് വലുത് മനുഷ്യരാണ്, അല്ലാതെ പട്ടികളല്ല. രഞ്ജിനി ഹരിദാസിനെയും കൂട്ടാളികളെയും കണ്ടില്ലേ നിങ്ങൾ? ഇതുപോലത്തെ പട്ടി സ്നേഹികൾ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ സാധാരണക്കാരനും അവന്റെ കുട്ടികൾക്കും കടിയേറ്റു വാങ്ങാൻ തന്നെയാണ് വിധി.